നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. തൻ്റെ ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിൽ കടന്നിരിക്കുകയാണ് ദിയ കൃഷ്ണ. പോയ വർഷമായിരുന്നു ദിയയുടെ വിവാഹം. അശ്വിൻ ഗണേഷാണ് ദിയയുടെ ഭർത്താവ്. ഇരുവരും തങ്ങളുടെ ആദ്യത്തെ കൺമണിക്ക് കാത്തിരിക്കുകയാണ്. ഗർഭകാലത്തെ വിശേഷങ്ങൾ ദിയയും അശ്വിനും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട്. ഇതിനിടെ ദിയയുടെയും അശ്വിൻ്റെയും വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഒരു ഉദ്ഘാടനത്തിന് നിറവയറുമായി എത്തിയിരിക്കുകയാണ് ദിയ. ദിയയുടെ കൈപിടിച്ച് അശ്വിനും കൂടെയുണ്ട്. 6 മാസം ഗർഭിണിയായ ദിയ പരിപാടിക്ക് എത്തിയതിലൂടെ സോഷ്യൽ മീഡിയയുടെ കയ്യടി നേടുകയാണ്. ഇതിനിടെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കും ദിയയും അശ്വിനും മറുപടി നൽകുന്നുണ്ട്. തങ്ങളുടെ കുഞ്ഞിന് പേരിടുന്നതിനെ കുറിച്ചാണ് ദിയ സംസാരിക്കുന്നത്. തൻ്റെ അമ്മയായിരിക്കും കുഞ്ഞ് പേരിടുക, അമ്മ നിർദ്ദേശിക്കും. പക്ഷേ അന്തിമ തീരുമാനം ഞങ്ങളുടേതായിരിക്കുമെന്നാണ് ദിയ പറയുന്നത്. അശ്വിൻ തന്നെ നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ട്. രാവിലെ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് തരാറുണ്ട്. സ്വന്തം വീട്ടിൽ ഒരു പണിയും ചെയ്യില്ലായിരുന്നു, പക്ഷേ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തുടങ്ങിയെന്നാണ് ദിയ പറയുന്നത്. വീട് വൃത്തിയാക്കുകയും അടുക്കള പണിയുമൊക്കെ ചെയ്തു തുടങ്ങി. ബദാമൊക്കെ കഴിക്കുകയെന്ന് നിർബന്ധിച്ച് കഴിപ്പിക്കുമെന്നും ദിയ പറയുന്നുണ്ട്. കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസാണ്. തമിഴ് സിനിമയിലൊക്കെ കാണുന്നത് പോലെ കല്യാണം കഴിക്കുന്നു, ഗർഭിണിയാകുന്നു, അടുത്ത സീനിൽ കുട്ടിയാകുന്നു, എല്ലാം അതുപോലെ എളുപ്പമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഒട്ടും എളുപ്പമായിരുന്നില്ല. ആദ്യത്തെ 3 മാസം ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ ഞാൻ ഗർഭിണിയായിട്ടുള്ള എല്ലാവരും സ്മരിച്ചു. 3 മാസം ഭയങ്കര മോശമായിരുന്നു. ഹോസ്പിറ്റാലിറ്റി ട്രിപ്പിലാണ് ജീവിച്ചിരുന്നതെന്നും ദിയ പറയുന്നുണ്ട്. എത്ര കുട്ടികൾ വേണമെന്നതിൽ ഞങ്ങൾക്കിടെ ചർച്ച നടക്കുകയാണെന്നാണ് ദിയ പറയുന്നത്. ഒന്നിൽ നിർത്താനാണ് എൻ്റെ പ്ലാൻ. എനിക്കിനി വയ്യ. വീട്ടിലെ ബാക്കിയുള്ള പിള്ളേരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ എന്നാണ് ഞാൻ ചോദിച്ചതെന്നാണ് ദിയ പറയുന്നത്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇഷ്ടമെന്ന ചോദ്യത്തിനും ദിയ മറുപടി പറയുന്നുണ്ട്. എനിക്ക് പെൺകുട്ടിയാണ് ഇഷ്ടം. പെൺകുട്ടിയാണെങ്കിൽ എൻ്റെ മിനിയേച്ചറാക്കി ഡ്രസ്സൊക്കെ ഇടിയിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നാണ് ദിയ പറയുന്നത്. ഗർഭിണിയായതിനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി താരപുത്രി പറയാറുള്ളത്. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയതും അവിടെ നിന്ന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയതിനെക്കുറിച്ചുമൊക്കെ നേരത്തെ ഒരു വീഡിയോ ദിയ എത്തിയിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അശ്വിനുമായുള്ള ദിയയുടെ വിവാഹം നടന്നത്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ഇരുവരും ഒരുമിച്ച് തന്നെയാണ് ചെയ്തത്. വിവാഹത്തിനുള്ള വസ്ത്രം മുതൽ വിവാഹവേദി മറ്റു കാര്യങ്ങളുമൊക്കെ അശ്വിനും ദിയയും അവരുടെ ഇഷ്ടത്തിന് പ്ലാൻ ചെയ്യുകയായിരുന്നു. നാട്ടുകാരെയും സിനിമാ താരങ്ങളെയും വിളിച്ചുകൂട്ടി വലിയ താരവിവാഹമാക്കാതെ സിമ്പിളായിട്ടാണ് ഇവർ വിവാഹം നടത്തിയത്. വിവാഹം കഴിഞ്ഞ് ദമ്പതിമാർ നേരെ അവരുടെ ഫ്ലാറ്റിലേക്കാണ് പോയത്. ഇരുവരും ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി വാടകയ്ക്കൊരു ഫ്ലാറ്റ് എടുക്കുകയായിരുന്നു. അങ്ങനെ അവിടെയാണ് ആദ്യ രാത്രി മുതലുള്ള ജീവിതം ആരംഭിച്ചത്. ശേഷം നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ഹണിമൂണും മറ്റ് ആഘോഷങ്ങളും ഒക്കെയായി പിന്നീടുള്ള ജീവിതം ആരംഭിക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കണമെന്ന് നേരത്തെ പറഞ്ഞിരുന്ന ദിയ അതുപോലെ തീരുമാനിക്കുകയും ഗർഭിണിയാവുകയും ചെയ്തു. ഗർഭിണിയായി 3 മാസത്തിന് ശേഷമായിരുന്നു ഇക്കാര്യം പുറം ലോകത്തോട് പോലും പറയുന്നത്. അതിനു മുൻപേ ദിയ ഗർഭിണിയാണോ എന്ന ഊഹാപോഹങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. താരപുത്രിയുടെ പല പോസ്റ്റുകൾക്ക് താഴെയും ഇതേ ചോദ്യം ഉയർന്നുവെങ്കിലും പക്ഷേ ഈ താരങ്ങളൊന്നും മറുപടി നൽകാൻ തയ്യാറായിരുന്നില്ല. നിലവിൽ ഇപ്പോൾ 5ാം മാസത്തിലൂടെ കടന്നു പോവുകയാണ് താരപുത്രി. ഇതിനോടനുബന്ധിച്ച് 5ാം മാസത്തിലെ പൂജയും ഒക്കെ നടന്നിരുന്നു. ഗർഭിണിയായ സ്ത്രീക്കും കുഞ്ഞിനും കണ്ടു കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ചടങ്ങായിരുന്നു അശ്വിൻ്റെ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. അങ്ങനെ ഗർഭകാലം ഏറെ ആഘോഷമാക്കിയിരിക്കുകയാണ് ഇരുവരും. ജൂലൈയിലായിരിക്കും കുഞ്ഞ് വരിക. ഇതിനോട് അനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങളിലാണ് ഇപ്പോൾ എല്ലാവരും. കുഞ്ഞിനിടാനുള്ള പേരടക്കം കണ്ടെത്തി വയ്ക്കുകയാണെന്ന് താരങ്ങൾ സൂചിപ്പിച്ചിരുന്നു. സോഷ്യൽ മീഡിയ സജീവമായ ദിയ ഡാൻസ് റീലുകളിലൊക്കെ ആണ് ഈ ജനപ്രീതി പിടിച്ചു പറ്റിയത്. കിടിലൻ ഗെറ്റപ്പിലുള്ള പ്രകടനം കാഴ്ചവെച്ചതോടെ യുവാക്കൾക്കിടയിലൊക്കെ തരംഗമായി മാറുകയായിരുന്നു. പിന്നീടാണ് യൂട്യൂബ് ചാനലിലൂടെ വ്ലോഗ് ചെയ്ത് തൻ്റെ വിശേഷങ്ങളുമായി താരപുത്രി എത്തിയത്. ഇടയ്ക്ക് ചില വിവാദങ്ങളിലൊക്കെ തലവെച്ച് പ്രശ്നം സൃഷ്ടിച്ചിരുന്നു ദിയ. എങ്കിലും ഒക്കെ അതൊക്കെ വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. മാത്രമല്ല സ്വന്തമായ ബിസിനസ് എന്ന ലക്ഷ്യം മുൻനിർത്തി അതിനുവേണ്ടി പരിശ്രമിച്ച താരപുത്രി ആഭരണങ്ങളുടെ വ്യാപാരം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. OBY എന്ന പേരിലാണ് ദിയയുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. സ്ഥാപനം നടത്തുന്നതിനൊപ്പം ഓൺലൈനിലും ബിസിനസ് നടക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനൊപ്പം സാരികളുടെ പുതിയൊരു സംരംഭം കൂടി ആരംഭിച്ചിരിക്കുകയാണ്. കരിയർ എന്നതിനേക്കാളും ഫാമിലിക്കാണ് തനിക്ക് ഏറ്റവും വലുതെന്ന് ദിയ മുൻപ് പലപ്പോഴും പറഞ്ഞിരുന്നു. കുട്ടികളെ നോക്കുന്നതും മറ്റുമൊക്കെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വിവാഹിതയാകാനും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് അവരുടെ കാര്യം നോക്കാനും ഒക്കെയാണ് തൻ്റെ പ്രധാന ലക്ഷ്യമെന്നാണ് താരപുത്രി നേരത്തെ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് അശ്വിനുമായുള്ള വിവാഹം പിന്നീട് നടക്കുന്നത്. മൂത്ത സഹോദരിയായ അഹാന വിവാഹം കഴിക്കാൻ നിൽക്കുന്നതിനിടെയാണ് ദിയ ഓവർടേക്ക് ചെയ്ത് കുടുംബിനിയായത്. സിന്ധു കൃഷ്ണയുടെ ഒരു Q&A സെഷൻ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. ആരാധകരുടെ രസകരമായ നിരവധി ചോദ്യങ്ങൾക്കാണ് സോഷ്യൽ മീഡിയയിലൂടെ സിന്ധു കൃഷ്ണ മറുപടി നൽകിയത്.
മകൾ ദിയ കൃഷ്ണയുടെയും അശ്വിന്റെയും ജനിക്കാൻ പോകുന്ന കുട്ടി ആണായിരിക്കുമോ അതോ പെണ്ണായിരിക്കുമോ എന്ന ചോദ്യത്തിനാണ് സിന്ധു മറുപടി നൽകിയത്. മകൾ ദിയ കൃഷ്ണയുടെയും അശ്വിന്റെയും ജനിക്കാൻ പോകുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന ചോദ്യത്തിന് അറിയില്ല, ചിലർ ആൺകുട്ടിയായിരിക്കുമെന്നും ചിലർ പെൺകുട്ടിയായിരിക്കുമെന്നും പറയുന്നു. അമ്മുവിനെ ഗർഭം ധരിച്ച സമയത്ത് അവസാനം വരെയും എന്റെ ഡോക്ടർ പോലും ആൺകുട്ടിയാണെന്ന് തോന്നുന്നുവെന്നാണ് പറഞ്ഞത്. പെണ്ണായാൽ മതിയായിരുന്നുവെന്ന് ഞാനും ഗിച്ചുവും പറയുമായിരുന്നു. എല്ലാവരും പറഞ്ഞിരുന്നത് വയർ കണ്ടിട്ട് ആണാണ് എന്ന് തോന്നുന്നുവെന്നാണ്. പക്ഷേ അമ്മു പെണ്ണായിരുന്നു. അതിനാൽ എന്താണ് നമുക്ക് പറയാനായില്ല. സർപ്രൈസ് ആകട്ടെ, അതാകും നല്ലതെന്നാണ് സിന്ധു നൽകുന്ന മറുപടി. ക്യാമറകൾ ഉറങ്ങാത്ത വീടെന്നാണ് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബത്തെ ആരാധകർ വിശേഷിപ്പിക്കാറുള്ളത്. കാരണം വീട്ടിലെ 6 അംഗങ്ങൾക്കും യൂട്യൂബ് ചാനലുണ്ട്. എല്ലാവരും യൂട്യൂബിൽ വളരെ ആക്റ്റീവുമാണ്. ഈ കോവിഡ് കാലത്താണ് എല്ലാവരും സജീവമായ വ്ളോഗുകളൊക്കെ പങ്കുവച്ചു തുടങ്ങിയത്. കുടുംബത്തിലെ ഓരോ വിശേഷവും പ്രേക്ഷകരുമായി കൃഷ്ണകുമാറും സിന്ധു, മക്കളായ അഹാനയും ദിയയും ഇഷാനിയും ഹൻസികയും ഒക്കെ പങ്കുവെക്കും. താരകുടുംബമായതുകൊണ്ട് തന്നെ ഇവരുടെ വ്ളോഗുകൾ അതിവേഗത്തിലാണ് ശ്രദ്ധ നേടുന്നത്. കുടുംബത്തിലെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് ദിയ ഗർഭിണിയാണ് എന്നുള്ളതാണ്. വീട്ടിലേക്ക് എത്താൻ പോകുന്ന പുതിയ അതിഥിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് എല്ലാവരും. പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ ഒക്കെ ദിയ പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. കൃഷ്ണകുമാർ കുടുംബത്തിൽ അഭിനേത്രിയെ മലയാള സിനിമയിലേക്ക് ചുവടുവെച്ചത് അഹാനയാണെങ്കിൽ പോലും സഹോദരി ദിയയാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ലൈവായി നിൽക്കുന്ന ഒരാൾ. പലപ്പോഴും വിവാദങ്ങളിൽ ദിയ ചെന്ന് പെടാറുണ്ട്. യൂട്യൂബർ എന്ന രീതിയിൽ ഏറ്റവും സജീവമായി വീഡിയോകൾ ചെയ്ത് പങ്കുവെക്കുന്ന ആളും ദിയ തന്നെയാണ്. നടൻ കൃഷ്ണകുമാറിന്റെ 2ാമത്തെ മകളും നടി അഹാന കൃഷ്ണയുടെ അനിയത്തിയുമാണെന്ന ലേബിളിൽ നിന്നൊക്കെ മാറി സ്വന്തമായ ഒരു പേര് നേടിയെടുക്കാൻ ദിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കൃഷ്ണകുമാറിന്റെ 4 പെൺമക്കളിൽ ഏറ്റവും വ്യത്യസ്തയും ഓസി എന്ന് വിളിക്കുന്ന ദിയ തന്നെയാണ്.